കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമല്ല. കാരണം ഒരു എൻ്റയർ സ്ട്രക്ചറിൻ്റെ സേഫ്റ്റി ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്ട്രെങ്ത് വാല്യൂ ആണ്. സോ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോൺക്രീറ്റ് എങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, എങ്ങനെ റിജക്റ്റ് ചെയ്യും, ഇതിന് IS കോഡ് പറയുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, മോർത്ത് എന്തൊക്കെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, നമ്മൾ IS കോഡാണോ മോർത്താണോ ഫോളോ ചെയ്യേണ്ടത്, ഇവ രണ്ടും പറയുന്ന ക്രൈറ്റീരിയ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. ഒരു M45 ഗ്രേഡ് 28 ദിവസത്തിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ട്രെങ്ത് 46, 49, 50 ആണ്. IS കോഡ് പ്രകാരം ഈ 3 ക്യൂബ് റിസൾട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഈ കോൺക്രീറ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യണം. സോ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കോൺക്രീറ്റിൻ്റെ ആക്സെപ്റ്റൻസോ ക്രൈറ്റീരിയയെക്കുറിച്ച് പറയുന്ന കോഡ് IS 456 ആണ്. 1953 ഫസ്റ്റ് കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അറൗണ്ട് 4 ടൈംസ് ഈ കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്. IS 456 2000 ആണ് ലേറ്റസ്റ്റ് റിവിഷൻ. ഈ റിവൈസ് ചെയ്യുന്നത് BIS ആണ്. ചെറിയ ടെക്നിക്കൽ ചേഞ്ചസ് ഒക്കെ മാത്രം മതി എന്നുള്ള സാഹചര്യത്തിൽ അവർ അമെൻഡ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല ഒരുപാട് ചേഞ്ചസ് വരുത്തണം എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ കോഡ് റിവൈസ് ചെയ്യും. IS 456 2000 കോഡ് റിവൈസ് ചെയ്തതിനു ശേഷം 6 അമെൻഡ്മെൻറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ ആക്സെപ്റ്റൻസോ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട ടേബിള് 2013 അമെൻഡ്മെൻറ്റ് നമ്പർ 4 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ നിന്ന് നമ്മൾ IS 456 കോഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കോഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക? റീഅഫർമേഷൻ നോക്കിയിട്ടാണ്. 2021 ഈ IS 456 കോഡ് ലേറ്റസ്റ്റ് ആയിട്ട് റീഅഫർമേഷൻ ചെയ്തത്. റീഅഫർമേഷൻ എന്ന് പറയുന്നത് ഒരു 5 to 6 ഇയേഴ്സിൽ BAC ആണ്. 2000 കോഡ് ഇറങ്ങി, 2005 അവർ ചെയ്തു, പിന്നെ 2011 ചെയ്തു, 2016 ചെയ്തു, 2021 ചെയ്തു. റീഅഫർമേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ടെക്നിക്കലി ഈ കോഡ് ഇപ്പോഴും വാലിഡ് ആണ്, സൗണ്ട് ആണ് എന്ന് BIS ഒന്നുകൂടെ ഉറപ്പുവരുത്തുകയാണ്. സോ 2021 റീഅഫർമേഷൻ ചെയ്ത IS കോഡ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ നോക്കിയാലും നമുക്ക് പഴയ ടേബിൾ തന്നെ കാണാൻ പറ്റുക. കാരണം ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് അമെൻഡ്മെൻറ്റ് നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് കോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. IS 456 2000 കോഡ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എനിക്കിത് കിട്ടി. പക്ഷേ ഇവിടെ പരിശോധിച്ചാൽ റീഅഫർമേഡ് ഓൺ 2005 എന്ന് ടോപ്പ് കാണാം. അപ്പോൾ ഇതല്ല ലേറ്റസ്റ്റ് കോഡ്, കാരണം 2021 റീഅഫർമേഷൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇതാ ഈ കാണിച്ചിരിക്കുന്ന കോഡാണ് ഏറ്റവും ലേറ്റസ്റ്റ്, കാരണം റീഅഫർമേഡ് ഓൺ 2021 എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഈ കോഡിൽ ഞാൻ ആക്സെപ്റ്റൻസോ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട ടേബിളിലേക്ക് കിടക്കുകയാണ്. IS കോഡിൽ ടേബിൾ നമ്പർ 11 ആണ് ആക്സെപ്റ്റൻസോ ക്രൈറ്റീരിയയെ കുറിച്ച് പറയുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കോഡ് 2021 റീഅഫർമേഷൻ ചെയ്ത കോഡാണ്. സോ ഈ ടേബിൾ ഞാൻ ഫോളോ ചെയ്യണം. പക്ഷേ അവിടെയാണ് മിസ്റ്റേക്ക്. ഈ ടേബിൾ ഓൾഡ് ടേബിൾ തന്നെയാണ്. ഈ ടേബിൾ ചേഞ്ച് ചെയ്ത കാര്യം അമെൻഡ്മെൻറ്റ് നമ്പർ 4 ആയിട്ട് ഈ കോഡിൻ്റെ ലാസ്റ്റാണ് ഉണ്ടാവുക. സോ നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത്, ഈ ടേബിളല്ല. ഈ കാണിച്ചിരിക്കുന്ന ടേബിളാണ് അമെൻഡ്മെൻറ്റ് നമ്പർ 4 പ്രകാരം ചേഞ്ചസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ കോഡിനെ കുറിച്ചാണ്, ഈ ഒരു ക്രൈറ്റീരിയയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. IS കോഡ് പ്രകാരം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ എത്ര ക്യൂബ് കാസ്റ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് ടേബിൾ. ഫോർ എക്സാമ്പിൾ 40 M³ കോൺക്രീറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 4 സാമ്പിൾ എടുക്കണം. 4 സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് 3 ക്യൂബാണ്. അപ്പോൾ 4 സാമ്പിൾ എന്ന് പറയുമ്പോൾ 12 ക്യൂബ് നമ്മൾ 28 ദിവസത്തേക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യണം. ഇതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് 7 ഡേയ്സോ 40 ഡേയ്സിലോ ഒക്കെ അഡീഷണൽ ക്യൂബ് കാസ്റ്റ് ചെയ്യാം, നോ മാറ്റർ. ബട്ട് 28 ഡേയ്സിൽ നമുക്ക് 12 ക്യൂബിൻ്റെ റിസൾട്ട് ആവശ്യമാണ്. നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ മാത്രം വരുന്ന കേസാണ്. ഫോർ എക്സാമ്പിൾ 4 M³ കോൺക്രീറ്റ് മാത്രമേ എനിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു സാമ്പിൾ 3 ക്യൂബ് ഞാൻ കാസ്റ്റ് ചെയ്തു. ഈ 3 ക്യൂബിൻ്റെ റിസൾട്ട് 28 ദിവസത്തിന് ശേഷം കിട്ടിയതിന് ശേഷം 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയാലാണ് നമ്മളത് അംഗീകരിക്കുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ ഏതൊക്കെയാണ് ആ 2 ക്രൈറ്റീരിയ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, 3 ക്യൂബിൻ്റെ എവറേജ് വാല്യൂ എന്ന് പറയുന്നത് FCK+4 ആയിരിക്കണം ഒരു സാമ്പിൾ മാത്രമുള്ള കേസിൽ. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ M45 ഗ്രേഡിന് 46, 47, 50 അതൊക്കെ കിട്ടി, എന്നിട്ടും ഫെയിലായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ? കാരണം അതിൻ്റെ 3 ക്യൂബിൻ്റെ എവറേജ് എടുത്താൽ 49 ബിലോ ആണ്. കാരണം ഈ ക്രൈറ്റീരിയ പ്രകാരം 49 ആൻഡ് എബോവ് വേണം M45 ഗ്രേഡിന്. സോ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇസ് ഫെയിൽഡ്. രണ്ടാമത്തെ ക്രൈറ്റീരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ ക്യൂബ് 1, ക്യൂബ് 2, ക്യൂബ് 3, അതിൻ്റെ റിസൾട്ട് എനിക്ക് എവറേജ് കിട്ടിയിരിക്കുന്നത് 52 ആണ്. അത് 49 എബോവ് ആണ്. സോ M45 എന്നുള്ള സെയിം കേസ് ആയത് കാരണം ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം.
അതെന്ന് പറയുന്നത് എവറേജിൻ്റെ 15% വേരിയേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എവറേജ് 52 ആണ്. അതിൻ്റെ 15% എബോവ് വാല്യൂ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ 59.8ഉം ബിലോ വാല്യൂ എന്ന് പറയുന്നത് 44.2 ആണ്. സോ ഓരോ ഇൻഡിവിജ്വൽ ക്യൂബും 44.2നും 59.8നും ഇടയിലായിരിക്കണം. ഇവിടെ 3 ക്യൂബ് ഇടയിലാണ്. സോ ആദ്യത്തെ എക്സാമ്പിളിൽ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ കോൺക്രീറ്റ് പാസ്സാണ്. പക്ഷേ രണ്ടാമത്തെ എക്സാമ്പിൾ പരിശോധിച്ച് നോക്കിയേ. ക്രൈറ്റീരിയ 1 ഓക്കെയാണ്. കാരണം 49 ആണ് എവറേജ് കിട്ടിയിരിക്കുന്നത്. കാരണം 49 ആൻഡ് എബോവ് എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയുള്ള 15% വേരിയേഷൻ, ഈ 49ൻ്റെ 15% എന്ന് പറയുന്ന 56നും 41.6നും ഇടയിലായിരിക്കണം ഈച്ച് ഇൻഡിവിജ്വൽ ക്യൂബ്. പക്ഷേ മൂന്നാമത്തെ ക്യൂബിൻ്റെ ഇവിടെ റിസൾട്ട് 41 ആണ്. അത് ഔട്ട്സൈഡ് ദ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഔട്ട്സൈഡ് ആയതുകൊണ്ട് രണ്ടാമത്തെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ആ കോൺക്രീറ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ M45 ഗ്രേഡിൻ്റെ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ടാർജറ്റ് മീൻ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ 45 Nm/mm² അല്ല ഫിക്സ് ചെയ്യുന്നത്. പകരം FCK + 1.65 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഫോമുലയാണ് ഫോളോ ചെയ്യുന്നത്. കോഡിൽ M45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ 5 ആണ്. സോ 53.25 ടാർജറ്റ് മീൻ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിക്ക് ട്രയൽ മിക്സ് ചെയ്ത് 53 അച്ചീവ് ചെയ്തതിന് ശേഷം അപ്രൂവൽ കൊടുത്ത് ആ കോൺക്രീറ്റാണ് നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന് 49 എങ്കിലും എവറേജ് വേണം എന്നാണ് ആര് പറയുന്നത്? കോഡ് പറയുന്നത്. ഇനി നിങ്ങൾ മോർത്താണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മോർത്ത് പറയുന്നത് ടാർജറ്റ് മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ടേബിൾ പ്രകാരം M45 ആണെങ്കിൽ നമ്മൾ 58 Nm/mm² ടാർജറ്റ് മീൻ സ്ട്രെങ്ത് ഫിക്സ് ചെയ്ത് 28 ഡേയ്സിന് ശേഷം ആ സ്ട്രെങ്ത് നമ്മൾ ട്രയൽ മിക്സിൽ അച്ചീവ് ചെയ്താൽ മാത്രമേ സൈറ്റിൽ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഒരു സാമ്പിൾ മാത്രമുള്ള കേസ് ഓവർ. ഇനി നമുക്ക് 2 സാമ്പിൾ വരുന്ന കേസ് പരിശോധിക്കാം. 2 സാമ്പിൾ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി 6നും 15 m³ ഇടയിലാണെങ്കിൽ നമ്മൾ 2 സാമ്പിൾ എടുക്കണം, 6 ക്യൂബ് കാസ്റ്റ് ചെയ്യണം. സോ അങ്ങനെ 6 ക്യൂബ് കാസ്റ്റ് ചെയ്ത 3 ഡിഫറെൻറ്റ് കേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ FCK +4 എവറേജ് വേണമെന്നുള്ള ക്രൈറ്റീരിയ സെയിം ആണ്, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നു. അതേപോലെ തന്നെ 15% വേരിയേഷൻ എന്നുള്ള ക്രൈറ്റീരിയയും സെയിം ആണ്. പക്ഷേ ഒരു എക്സ്ട്രാ ക്രൈറ്റീരിയ ഇവിടെ വരുന്നുണ്ട്. സാമ്പിളിൻ്റെ എവറേജ് ഒരിക്കലും FCK -2 ബിലോ വരാൻ പാടില്ല. സാമ്പിളിൻ്റെ എവറേജ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് കേസിൽ സാമ്പിളിൻ്റെ എവറേജ് നോക്കിയാൽ 49.66, രണ്ടാമത്തെ 50, പ്രോബ്ലം ഇല്ല. രണ്ടാമത്തെ കേസിൽ നോക്കിയേ 49.66 50, ഇഷ്യൂ ഇല്ല. പക്ഷെ മൂന്നാമത്തെ കേസിൽ രണ്ടാമത്തെ സാമ്പിൾ എവറേജ് എന്ന് പറയുന്നത് 42.66 ആണ്. നമുക്ക് കോഡ് പ്രകാരം 43 വേണം. സോ ആ ക്രൈറ്റീരിയ കാരണം അവിടെ ആ കോൺക്രീറ്റ് റിജക്റ്റ് ആയി. സോ ഇവിടെ ഈ 3 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇനി 3 സാമ്പിൾ വരുന്ന കേസ് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി 16നും 30 m³ ഇടയിലാണെങ്കിൽ നമ്മൾ 3 സാമ്പിൾ എടുക്കണം, 9 ക്യൂബ് എടുക്കണം. 2 ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഡിഫറെൻറ്റ് എക്സാമ്പിളും നമ്മൾ സാമ്പിൾ 2 എന്ന് പറഞ്ഞത് അതേ റൂൾസ് ആണ്. 15% വേരിയേഷൻ നോക്കണം, FCK +4 നോക്കണം, FCK -2 നോക്കണം. ഈ 3 ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് പാസ് ചെയ്യാം. പക്ഷേ ഇവിടെ രണ്ടാമത്തെ കേസ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ചില കോൺക്രീറ്റിൻ്റെ റിസൾട്ട് 45ൽ താഴെയാണ് ഇൻഡിവിജ്വൽ ക്യൂബ് റിസൾട്ട്. എന്നാലും ഈ 3 കണ്ടീഷൻസ് ഓക്കെ ആയതുകൊണ്ട് കോൺക്രീറ്റ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ 45 ഗ്രേഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ക്യൂബ് എല്ലാം 45ൻ്റെ എബോവ് വരണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല. അതിൽ കുറച്ച് ക്യൂബ് 45ൻ്റെ തൊട്ടടിയിൽ വന്നാലും ഈ 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺക്രീറ്റ് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കേസ് 4 സാമ്പിൾ വരുന്ന കേസ്. കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി 31, 50 ഇടയിലൊക്കെ വരുമ്പോൾ മിനിമം 4 സാമ്പിൾ വേണ്ടേ? ഇവിടെ സാമ്പിളിൻ്റെ എവറേജ് വാല്യൂ FCK +4 എന്ന് നമ്മൾ പറഞ്ഞത് കോഡ് FCK 3 മതി എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് വരുന്ന റിസൾട്ട് FCK -2 പകരം FCK -3 ആണ്. സോ ഈ 2 ചേഞ്ചസ് ഇവിടുന്ന് അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഞാനിവിടെ 2 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിളിൽ 12 ക്യൂബ് ഉണ്ടായിരുന്നു. അതിൽ 3 ക്യൂബ് ഞാൻ 45ന് ബിലോ ആക്കി വെച്ചു. പക്ഷേ 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ കോൺക്രീറ്റ് പാസ്സാണ്. പക്ഷേ രണ്ടാമത്തെ കേസ് എടുത്തപ്പോൾ സാമ്പിൾ 3ൽ 51, 51, 51 എന്ന് പകരം ഞാൻ 49, 49, 49 എന്ന് കൊടുത്തപ്പോൾ എല്ലാ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു സാഹചര്യം വന്നു, കോൺക്രീറ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് മോർത്ത് ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയെക്കുറിച്ച് എന്ത് പറയുന്നത് നോക്കാം. 2 കണ്ടീഷൻസാണ് മോർത്ത് പറയുന്നത്. ആ 2 കണ്ടീഷൻസും 4 സാമ്പിൾ ഉള്ള കേസിനെ കുറിച്ചാണ് പറയുന്നത്.
4 സാമ്പിൾ ഉണ്ടെങ്കിൽ ആ 4 സാമ്പിളിൻ്റെ എവറേജ് എന്ന് പറയുന്നത് FCK+3 ആയിരിക്കണം. ഇൻഡിവിജ്വലി FCK-3 ആയിരിക്കണം. ഇതേ കണ്ടീഷനാണ് IS കോഡും പറഞ്ഞത്. FCK+3, FCK-3 4 സാമ്പിളുള്ള കേസിൽ. പക്ഷെ 4 സാമ്പിൾ കുറവുള്ള 1 സാമ്പിൾ, 2 സാമ്പിൾ അല്ലെങ്കിൽ 3 സാമ്പിൾ മാത്രമുള്ള കേസിൽ എന്ത് ചെയ്യണമെന്ന് മോർത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ ആ സമയത്ത് നമുക്ക് എന്തിനെ ഫോളോ ചെയ്യാം? IS കോഡ് ഫോളോ ചെയ്യാം. സോ IS കോഡും മോർത്തും പറയുന്നത് സെയിം ക്രൈറ്റീരിയ ആണ്. ബട്ട് IS കോഡ് അമെൻഡ്മെൻറ്റ് 4 ഫോളോ ചെയ്യാതെ ടേബിൾ 11 മാത്രം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിട്ട് IS കോഡ് പറയുന്നതും മോർത്ത് പറയുന്നതും 2 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. കാരണം ഓൾഡ് IS 456 2013 അമെൻഡ്മെൻറ്റ് ഇറങ്ങുന്നതിനേക്കാളും മുമ്പിട്ട് പറഞ്ഞത് 4 സാമ്പിൾ ഉണ്ടാകുന്ന കേസിൽ FCK+4ഉം FCK-4ഉം വേണമെന്നാണ്. പക്ഷേ അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്.